topic ആണ് correlation amplitude and the energy time uncertainty relation. So correlation means what? The connection between two things. അല്ലേ? So we have to study or we have to find how state gets at a different time are correlated each other. Suppose the initial state get at a time t is equal to 0 of a physical system. As usual, we are taking it as get alpha. Okay. With the time, what happened? It changes to get alpha comma t0 is equal to 0 semicolon t. That is get alpha comma t0 equal to 0 semicolon t. അങ്ങനെ നമുക്ക് കിട്ടുന്നത് get alpha initial state നമ്മുടെ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ യു ഓഫ് ടി കോമ 0 ആക്കിയിട്ടാണ് കിട്ടുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. സോ ഹൗ ദീസ് ടു സ്റ്റേറ്റ്സ് ആർ കോറിലേറ്റഡ്. അത് ഇനീഷ്യൽ സ്റ്റേറ്റും ഏതെങ്കിലും ഒരു ടൈമിലുള്ള മറ്റേ ലേറ്റ് ടൈമിലുള്ള സ്റ്റേറ്റും തമ്മിലുള്ള ബന്ധം എന്താണ്? അപ്പോൾ നമുക്ക് ഈ നമ്മൾ ലേറ്റ് ടൈം ടി ആണ് എടുത്തത്, ഇനീഷ്യൽ ടൈം 0 ആണ് എടുത്തത്. അപ്പോൾ അങ്ങനെ ഇനീഷ്യൽ ടൈം 0 എടുത്തിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണമെന്നില്ല, ഇത് തമ്മിലുള്ള എത്രത്തോളം റിസംബ്ലൻസ് ഉണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് ഏതെങ്കിലും രണ്ട് ടൈമിലുള്ള സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് എടുത്ത് അത് തമ്മിലുള്ള ബന്ധം നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം ഈ കോറിലേഷൻ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്ന ആ ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ട്. Okay, we are concerned with the extent to which the state get at a later time t is similar to the state get at a t is equal to 0. രണ്ടും തമ്മിൽ എത്രത്തോളം ബന്ധമുണ്ട്, ഇനീഷ്യൽ സ്റ്റേറ്റും ലേറ്റർ ടൈം ടിയിലുള്ള സ്റ്റേറ്റും തമ്മിൽ എത്രത്തോളം ബന്ധമുണ്ട്, ആദ്യം ഉണ്ടായിരുന്ന സ്റ്റേറ്റിന് എത്രത്തോളം മാറ്റം വന്നു, എത്രത്തോളം അതിനോട് സാദൃശ്യത പുലർത്തുന്നുണ്ട് ആഫ്റ്റർ ടൈം ടിയിലുള്ള സ്റ്റേറ്റ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഫോർ ദാറ്റ് ടേക്ക് ദ ഇന്നർ പ്രൊഡക്റ്റ് ബിറ്റ്വീൻ ദ ടു സ്റ്റേറ്റ് ഗെറ്റ് അറ്റ് എ ഡിഫറെന്റ് ടൈം. രണ്ട് സ്റ്റേറ്റ് തമ്മിലുള്ള ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുകയാണ് വേണ്ടത്. ആൻഡ് ദാറ്റ് ഇന്നർ പ്രൊഡക്റ്റ് ഈസ് നൗൺ ആസ് ദി കോറിലേഷൻ ആംപ്ലിറ്റ്യൂഡ് വിച്ച് ഇസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ C of t. Okay, that is the inner product between the two state gets at a different time. That is correlation amplitude C of t is equal to നമ്മൾ എടുക്കുന്നത് എന്താണ്, ഇനീഷ്യൽ സ്റ്റേറ്റ് ഗെറ്റ് ആൽഫയും അറ്റ് ലേറ്റർ ടൈമിലുള്ള സ്റ്റേറ്റും തമ്മിലുള്ള ഇന്നർ പ്രൊഡക്റ്റ് ആണ് എടുക്കേണ്ടത്. ദാറ്റ് ഈസ് ഐ ക്യാൻ ഓൾസോ റൈറ്റ് ദിസ് ഗെറ്റ് ആൽഫ ഇൻറ്റു എന്താണ് യു ഓഫ് ടി 0 ആക്കി ചെയ്തിട്ടാണ്. അപ്പോൾ യു ഓഫ് ടി 0 ഇൻറ്റു ഗെറ്റ് ആൽഫ. ഓക്കെ, ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 63. So the modulus of C of t, correlation amplitude modulus, the modulus of C of t gives the quantitative measurement of the resemblance between the state get at different times. അപ്പം ഇതിന്റെ മോഡുലസ് എടുക്കാന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ വാല്യൂ കിട്ടി, അതിന്റെ C ഇൻറ്റു C സ്റ്റാർ അല്ലെ, അതും അതിന്റെ കോൺജുഗേറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് മോഡുലസ് നമുക്ക് പറയാം. അപ്പം മോഡുലസ് ഓഫ് കോറിലേഷൻ ആംപ്ലിറ്റ്യൂഡ് ഗിവ്സ് ദ റിസംബ്ലൻസ് ബിറ്റ്വീൻ എത്രത്തോളം റിസംബ്ലൻസ് ഉണ്ട്. ഇപ്പം മാക്സിമം റിസംബ്ലൻസ് വരുമ്പോൾ എന്തായിരിക്കും മോഡുലസ് 1 ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ കൺസിഡർ ദ സ്പെഷ്യൽ കേസ്. നമ്മൾ സ്കിൻ പ്രിസിഷനിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും നമ്മളൊരു വെരി സ്പെഷ്യൽ കേസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, കൺസിഡർ ദി സ്പെഷ്യൽ കേസ് ഇനീഷ്യൽ സ്റ്റേറ്റ് ഈസ് ടു ബി വൺ ഓഫ് ദി സെറ്റ് ഗെറ്റ് എ പ്രൈം ഇറ്റ് സെൽഫ്. ദാറ്റ് ഈസ് ഇനീഷ്യൽ സ്റ്റേറ്റ് ഗെറ്റ് ആൽഫ ഇസ് ഈക്വൽ ടു ഗെറ്റ് എ പ്രൈം എന്ന് വെച്ച് ഡിനോട്ട് ചെയ്യാം. ദാറ്റ് ഈസ് എ ആൻഡ് എച്ച് ആർ ഇഫ് എ ഈസ് ആൻ ഒബ്സർവബിൾ ഹാമിൽട്ടോണിയൻ ഓഫ് ദ സിസ്റ്റം ഈസ് എച്ച്. ദെൻ ഇഫ് ദേ ആർ കമ്മ്യൂട്ടിംഗ് ദെൻ എ ആൻഡ് എച്ച് ഹാവ് ദ eigenvectors ഓഫ് എ ആൻഡ് എച്ച് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, സോ ഗെറ്റ് ആൽഫ ഈസ് ഈക്വൽ ടു ഗെറ്റ് എ പ്രൈം. ദെൻ വാട്ട് വിൽ ബി ദ കോറിലേഷൻ ആംപ്ലിറ്റ്യൂഡ് സി ഓഫ് ടി ഈസ് ഈക്വൽ ടു ഗെറ്റ് എ പ്രൈം. ആൽഫയ്ക്ക് പകരം ഗെറ്റ് എ പ്രൈം ആണ്, ഗെറ്റ് എ പ്രൈം ഇൻറ്റു യു ഓഫ് ടി കോമ 0 വിച്ച് ആക്ട് ഓൺ ബ്രാ എ പ്രൈം ഇത് ഗെറ്റ് എ പ്രൈം. ദെൻ ഫ്രം ഇക്വേഷൻ 36 that is what is u of t comma 0 time evolution operator which is equal to bra a prime into what summation over a prime into get a prime e raised to minus I e a prime into t divided by h cut into bra a prime പിന്നെ നമ്മുടെ given get a prime. Okay, so this will be equal to summation over a prime into എന്താണ്, ഇത് 1 ആയില്ലേ, so e raised to minus I into e a prime t divided by h cut. So that is our C of t. So we get that what is the correlation amplitude which is e raised to minus I e a prime t divided by h cut. So നമ്മൾ ഓൾറെഡി പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ മോഡുലസ് കാണണം. അതാണ് ആ റിസംബ്ലൻസ് തരുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള റിസംബ്ലൻസ് തരുന്നത് മോഡുലസ് ഓഫ് C of t which is C star into C which is equal to 1 അല്ലേ. So we get that the modulus of correlation amplitude is maximum, that is it is equal to 1. So initially the initial get is an eigenget of h. So then the modulus of correlation amplitude is 1 which means that the resemblance is maximum if after later time t അല്ലേ. resemblance initial get ഉം final get ഉം തമ്മിലുള്ള resemblance ഏറ്റവും maximum ആണ് if I am taking the initial state as eigenget of Hamiltonian. Eigenget of Hamiltonian എന്താണ്, we already know that which is the stationary state. System stationary ആച്ചാൽ ഇനീഷ്യലും
ഫൈനലിലും എന്തെങ്കിലും ഒരേപോലെ തന്നെയല്ലേ ഉണ്ടാവുക. പിന്നെ അതിന് മാക്സിമം വാല്യൂ തന്നെയല്ലേ വരിക റിസംബ്ലൻസ്. Okay, now consider a more general case. Okay, which is the initial ket is represented by superposition of set ket A prime. Okay, then initial ket alpha is equal to which is equal to summation over A prime into C A prime into ket A prime. Ket A prime into superposition ആയിട്ട് എഴുതാം. Then after a time t, which is equal to summation over A double prime into if time evolution operator is acting on ket A double prime. Okay, then what is the correlation amplitude? It is the inner product. Okay, then which is alpha comma ket bra alpha into alpha comma t0 equal to 0 semicolon t. രണ്ടിനും കൂടി inner product ആയിരിക്കും, which is equal to which is the expectation value itself. It's equal to summation over A prime into C A prime into bra A prime. ഓക്കെ, ഇതാണ് കെറ്റ് ബ്രാ ആൽഫ. ഇനി അടുത്തത് ലേറ്റർ ടൈം ടീയിലുള്ള കെറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്. അപ്പോൾ യു ഓഫ് ടി കോമ 0 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു വിച്ച് ക്യാൻ റിട്ടേൺ സമ്മേഷൻ ഓവർ എ ഡബിൾ പ്രൈം ഇൻറ്റു എന്താണ് യു ഓഫ് ടി കോമ 0 ആക്ടിങ് ഓൺ കെറ്റ് എ ഡബിൾ പ്രൈം, ഒരു സി എ ഡബിൾ പ്രൈം ഉണ്ടായിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ് സി എ double prime into which is our u of t comma 0 raised to minus I e a double prime into t divided by h cut into നമ്മുടെ get a double prime ആക്ട് ചെയ്യണം. ഓക്കെ, ദെൻ ഇത് സമ്മേഷൻ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. സോ ദിസ് ക്യാൻ ബി ഫസ്റ്റ് വൺ സി എ പ്രൈം ഇൻറ്റു bra A prime plus C A double prime into bra A double prime plus etc. ആണ് എഴുതാറ് ഇതിനെ. സിമിലർലി സി എ പ്രൈം ഇതിനെയും നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. സി എ പ്രൈം ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ ഇ എ പ്രൈം ടി ഡിവൈഡഡ് ബൈ എച്ച് കട്ട് ഇൻറ്റു ഗെറ്റ് എ പ്രൈം പ്ലസ് C A double prime into e raised to minus I e a double prime into t divided by h cut into get a double prime plus etc. എന്ന് എഴുതാം. സോ എന്താണ് നമ്മൾ ഇന്ന പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് ഏത് മാത്രമാണ്, അപ്പം ഇൻഡെക്സുകൾ സെയിം ആണെങ്കിൽ മാത്രമാണ്. അപ്പോൾ ഇഫ് ഐ എം ടേക്കിംഗ് ഇന്ന പ്രൊഡക്റ്റ് വിത്ത് ബ്രാ എ പ്രൈം ആൻഡ് ബ്രാ എ പ്രൈം ഇറ്റ് വിൽ ബി 1. ഇഫ് ഐ എം ടേക്കിംഗ് വിത്ത് ഇന്ന പ്രൊഡക്റ്റ് വിത്ത് ബ്രാ എ പ്രൈം ആൻഡ് ബ്രാ എ ഡബിൾ പ്രൈം അത് 0 ആയിട്ട് മാറും. സോ എനിക്ക് എന്ത് മാത്രമാണ് കിട്ടുള്ളൂ. സോ ഞാൻ എഴുതാണ് വിച്ച് ഇസ് സി എ പ്രൈമും സി എ പ്രൈം, ദാറ്റ് ഇസ് മോഡ് സി എ പ്രൈം, അതിൻ്റെ സമ്മേഷൻ ഓവർ എ പ്രൈം ഉണ്ടായിരിക്കും, ദെൻ ഇൻറ്റു ഇ റൈസ് ടു. ഓക്കെ, അപ്പം സി ഓഫ് ടി നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അതായത് കോറിലേഷൻ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മേഷൻ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ഓക്കെ, നൗ എന്ത് ചെയ്യണം, നമ്മളിതിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പം ഈ ക്വസ്റ്റൻ നമുക്ക് എന്താ മനസ്സിലാവുന്നത്, കോറിലേഷൻ ആംപ്ലിറ്റ്യൂഡ് ടൈമിനനുസരിച്ചിട്ട് ഒരു ചേഞ്ച് വരുന്നുണ്ട് നമുക്ക് മനസ്സിലായി. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഈ സമ്മേഷൻ ഓവർ എ പ്രൈമിന് എനിക്ക് സെയിം എനർജി സ്റ്റേറ്റുള്ള എനർജി സ്റ്റേറ്റുകളെ ഒരുമിച്ച് എഴുതാനായിട്ട് പറ്റും. അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ സമ്മേഷനെ എന്തായിട്ട് ഇൻറ്റഗ്രൽ ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, സമ്മേഷൻ ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ ആൻ integral. So the state can be regarded as a superposition of so many energy eigengets with similar energies. They exhibit a quasi continuous spectrum. Quasi continuous spectrum means fully എന്താണ് കണ്ടിന്യൂസ് അല്ല, പക്ഷെ എന്തുമല്ല ഡിസ്ക്രീറ്റും അല്ല, അങ്ങനത്തെ ഒരു സ്പെക്ട്രം ആയിട്ട് എനിക്ക് മാറ്റാനായിട്ട് പറ്റും. ദെൻ ഐ ക്യാൻ റീപ്ലേസ് ദ സം ബൈ ദ ഇന്റഗ്രൽ. ദെൻ സമ്മേഷൻ ഓവർ എ പ്രൈം ക്യാൻ ബി റീപ്ലേസ്ഡ് ഓവർ ഇന്റഗ്രൽ ഓവർ dE into rho of E.
Okay, and CA prime the constant. So now the rho of E is the density of energy eigenstates that is within some energy range that is in between E and E plus dE. How many states are lying? If I am taking the energy range as E and E plus D, then there are how many energy states are lying? That is the density of energy eigenstate. And G of E is our degeneracy. That is how many states are there in the system with the same eigenvalue. That is with the same energy eigenvalue. ഈ സിസ്റ്റത്തിനകത്ത് എത്ര സ്റ്റേറ്റുകൾ ഉണ്ട്? ദാറ്റ് ഈസ് അവർ ഡീജനറസി. ഓക്കെ, ദെൻ നമ്മുടെ ഇക്വേഷൻ ഓഫ് സി ഓഫ് ടി ദാറ്റ് ഈസ് കോറിലേഷൻ ആംപ്ലിറ്റ്യൂഡ് വിൽ ബിക്കം, റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതാൻ പറ്റും, ഇന്റഗ്രൽ ഓവർ ഡി ഇ ഇൻറ്റു ജി ഓഫ് ഇ ഇൻറ്റു മോഡുലസ് സ്ക്വയർ, ഓക്കെ, മോഡ് ജി ഓഫ് ഇ സ്ക്വയർ ഇൻറ്റു ദെൻ നമ്മുടെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഇ ടി ഡിവൈഡ് ബൈ എച്ച് കട്ട്. ഇവിടെ ഇ എ പ്രൈം ആയിരുന്നു, പക്ഷെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഇ എ പ്രൈം. ഇ എ പ്രൈം എന്നാണ് ഈ വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്തു. ഓക്കെ, ഇക്വേഷൻ നമ്പർ 67 ആയിട്ട് കൊടുക്കുക. സോ ദിസ് മീൻസ് ദാറ്റ് ഹൗ മെനി നമ്പർ ഓഫ് സ്റ്റേറ്റ് ആർ ദർ ഇൻ ദിസ് എനർജി ഇന്റർവെൽ, ദാറ്റ് ഈസ് ഇ ആൻഡ് ഇ പ്ലസ് ഡി എന്ന് പറയുന്ന എനർജി ഇന്റർവെല് how many number of states are in this energy interval with the eigenvalue E. Okay, exponential term with the eigenvalue E or with the energy eigenvalue E, and how many times our degeneracy, how many times we are getting this eigenvalue. അതാണ് ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഇഫ് മോർ ടൈംസ് വി ഗെറ്റിംഗ് ദ സെയിം എനർജി eigen വാല്യൂ, അപ്പോൾ ഇവിടെ എന്തുണ്ടാവും? ഡീജനറസിയുടെ എണ്ണം കൂടും. ഇപ്പോൾ 8 പ്രാവശ്യം തന്നെ നമുക്ക് ഒരേ എനർജിയുടെ eigen വാല്യൂ, ഇവിടെ 8ന്റെ സ്ക്വയർ എന്നാണ് വരിക. അപ്പൊ അതേപോലെ തന്നെ ദെൻ ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദാറ്റ് സ്റ്റേറ്റ്, ആ പെർട്ടിക്കുലർ സ്റ്റേറ്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുക. സോ എനിക്ക് എങ്ങനെ എഴുതാം? നോർമലൈസ്ഡ് കണ്ടീഷൻ, സബ്ജക്ട് ടു നോർമലൈസേഷൻ കണ്ടീഷൻ, ഇന്റഗ്രൽ ഓവർ ഡി ഇ ഇൻറ്റു മോഡ് ജി ഓഫ് ഇ the whole square into rho of E is equal to 1. Okay. In realistic physical condition, the mod G of E square into rho of E is peaked around E is equal to E0. Which means that നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം, ഇ ആൻഡ് ഇ പ്ലസ് ഡി ഇ എന്ന എനർജി റേഞ്ചിൽ ഒരു പെർട്ടിക്കുലർ എനർജി eigen വാല്യൂ ഉള്ള ഒരുപാട് സ്റ്റേറ്റുകൾ ഉണ്ട്. സോ അതൊക്കെ ഇവിടെ എന്തായിട്ട് വരും? സ്ക്വയർ ആയിട്ട് വരും, അതായത് ഈ ഡീജനറസിൽ വരും. അപ്പൊ ആ എണ്ണം ജി ഓഫ് ഇ ആണ്, അതിന്റെ സ്ക്വയർ വരും, അത് ഇൻറ്റു റോ ഓഫ് ഇ. സോ എന്ത് വരും? മാക്സിമം. ഈ റോ ഓഫ് ഇ മാക്സിമം ആണ്, ഇതും മാക്സിമം ആണ്. അപ്പൊ നമ്മുടെ സിസ്റ്റത്തിന് ആ പെർട്ടിക്കുലർ സ്റ്റേറ്റിലേക്ക് വീഴാൻ, അതിലേക്ക് വരാനുള്ള ഒരു പ്രോബബിലിറ്റിയാണ് ഉണ്ടാവുക. സോ ദാറ്റ് പെർട്ടിക്കുലർ വാല്യൂ ഓഫ് എനർജീനെ ഞാൻ ഈസ് ഈക്വൽ ടു E0 എന്ന് കൊടുത്തു. അതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. So then I can write C of t is equal to integral over dE into mod G of E the whole square into rho of E into e raised to minus IET divided by h cut. Then into എനിക്ക് എന്താ എഴുതാം? ഞാനൊരു എക്സ്പോണൻഷ്യൽ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യാണ് രണ്ട് ടേംസിനെ, ദാറ്റ് ഈസ് I into E0t ഡിവൈഡഡ് ബൈ h cut. ഈ E0 എന്താണ്? ആ പെർട്ടിക്കുലർ എനർജിയാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ ഇൻറ്റു E0t ഡിവൈഡ് ബൈ എച്ച് കട്ട്. ഇങ്ങനെ എഴുതാലോ, കാരണം എന്താണ്? ഇത് രണ്ടും 1 തന്നെയാണ്. സോ എനിക്കിത് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഫംഗ്ഷൻ വ്യത്യാസമൊന്നും വരുന്നില്ല. സോ ഇതിനെങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് അവർ സി ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ഐ ഇൻറ്റു E0t ഡിവൈഡ് ബൈ എച്ച് കട്ട്. കാരണം ഇന്റഗ്രലിൽ എന്തിനും ഓവറായിട്ട് മാത്രമേ ഡിഇക്ക് വിത്ത് റെസ്പെക്ട് ടു ഡിഇ ആണ്. സോ എനിക്ക് സാധനത്തിനെ പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഇവിടെ E0 ആണ്. ആൻഡ് ഇന്റഗ്രൽ ഓവർ ഡിഇ ഇൻറ്റു മോഡുലസ് ഓഫ് ജി ഓഫ് ഇ വിച്ച് ഇസ് അവർ ഡീജനറസി, അതിന്റെ സ്ക്വയർ ഇൻറ്റു റോ ഓഫ് ഇ വിച്ച് ഇസ് ഡെൻസിറ്റി ഓഫ് എനർജി eigen സ്റ്റേറ്റ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് അതിനെ പുറത്തേക്ക് എടുത്തിട്ട് ഇ മൈനസ് E0
ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ എച്ച് കട്ട് എന്ന് എഴുതാലോ. സോ ഇവിടെ ഹിയർ ഐ ആം, ഇവിടെ ഞാൻ എന്താ നോക്കുന്നത്, അപ് ടു വാട്ട് എക്സ്റ്റെൻഡ് ഓർ അപ് ടു വാട്ട് ടൈം ദ ഇനീഷ്യൽ സ്റ്റേറ്റ് കെറ്റ് ആൽഫ, ദാറ്റ് ഈസ് കെറ്റ് എ പ്രൈം ആയിട്ട് ഡിനോട്ട് ചെയ്ത് റീറ്റെയിൻ ഇറ്റ്സ് ബിഹേവിയർ. ഓക്കെ, അപ് ടു വാട്ട് എക്സ്റ്റെൻഡ് ദ ഇനീഷ്യൽ സ്റ്റേറ്റ് റീറ്റെയിൻ ഇറ്റ്സ് ബിഹേവിയർ. ദാറ്റ് മീൻസ് if it is more, ഇനീഷ്യൽ സ്റ്റേറ്റിന്റെ ബിഹേവിയറും മറ്റ് ലേറ്റർ ടൈം ടിയിലുള്ള സ്റ്റേറ്റിന്റെ ബിഹേവിയറും എത്രത്തോളം റിസംബ്ലൻസ് ഉണ്ട്, അതല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈം വരെയാണ് അത് രണ്ടും ഒരേപോലെ ഇരിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ മാറിയ സ്റ്റേറ്റ് ലേറ്റർ ടൈമിലുള്ള സ്റ്റേറ്റ് ഒരിക്കലും ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു പോകില്ല. സോ ദാറ്റ് എക്സ്റ്റെൻഡ് ഓഫ് ടൈം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇഫ് ടൈം ഈസ് മോർ, ദാറ്റ് ഈസ് ഐ എം കൺസിഡറിങ് എ ലാർജ് ടൈം. ടൈം എന്ന് പറയുന്നത് ലാർജ് ആയിട്ടാണ് ഞാൻ എടുത്തത്. ഇഫ് ഐ എം കൺസിഡറിങ് എ ലാർജ് ടൈം, ദെൻ നമ്മുടെ എക്സ്പോണൻഷ്യൽ ടേമിൽ ഇ റേസ് ടു മൈനസ് ഐ ഇൻറ്റു ഇ മൈനസ് ഇ സീറോ ഡിവൈഡ് ബൈ ടി ബൈ എച്ച് കട്ട്. ഇത് ആക്ച്വലി എന്താണ്, ഇ ബൈ എച്ച് കട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഹാസ് ദ ഡയമെൻഷൻ ഓഫ് ഫ്രീക്വൻസി, അതായത് ഇത് ഓസിലേറ്റ് ചെയ്യുന്നു. ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഡെൽറ്റ ഇ ബൈ എച്ച് കട്ട് ആണ്. അത് എങ്ങനെ ഉണ്ടാവുക, സോ അത് സിനുസോയിഡലായിട്ടാണ് ആ ഫംഗ്ഷന്റെ ബിഹേവിയർ ഉണ്ടാവുക. സോ ഇങ്ങനൊരു ഞാൻ വരയ്ക്കുകയാണ്. അപ്പം ഇഫ് ദിസ് ഇസ് മൈ ടൈം, ഓക്കെ, സിനുസോയിഡൽ ബിഹേവിയർ ആണ് ഉണ്ടാവുന്നത്. സോ ഈ ടൈം ഈസ് മോർ, ദെൻ വാട്ട് ഹാപ്പൻഡ്, ഇറ്റ് വിൽ ഓസിലേറ്റ് സൈനുസോയിഡലി. ദർ വിൽ ബി എന്താണ്, ഇവിടെ പോസിറ്റീവ് ഉണ്ടായിരിക്കും, നെഗറ്റീവ് ആയിട്ടുള്ള ഓസിലേഷൻ ടേംസ്, പോസിറ്റീവ് ടേംസ് ഉണ്ടായിരിക്കും, നെഗറ്റീവ് ടേംസ് ഉണ്ടായിരിക്കും ഓസിലേഷനിൽ. സോ ഫോർ ലാർജ് ടൈം ദെൻ ഇൻറ്റഗ്രേറ്റിംഗ് ദേ ഗെറ്റ് ക്യാൻസൽഡ്. ഞാൻ ഈ ടൈമിൽ ഇപ്പം ഇവിടം തൊട്ട് ഇവിടം വരെ ഇതുവരേക്കും ക്യാപിറ്റൽ ടി, ഓക്കെ, പീരീഡ് ഓഫ് ഓസിലേഷൻ ആണ്. ഞാൻ വലിയൊരു സമയമാണ് എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ പോസിറ്റീവ് ടേം ഉണ്ട്, ഇവിടെ നെഗറ്റീവ് ടേം ഉണ്ട്, പോസിറ്റീവ് ടേം, നെഗറ്റീവ് ടേം. അപ്പോൾ ഇതെല്ലാം ഒരു ലാർജ് ടൈം എടുക്കണം വെച്ചാൽ ഇത് ഓസിലേറ്റ് എന്ത് ചെയ്യാനുള്ളൊരു പ്രോബബിലിറ്റി ഉണ്ട്, ഇത് ഫുള്ളായിട്ട് ക്യാൻസൽ ചെയ്തിട്ട് പോകാനുള്ളൊരു പ്രോബബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ ഇൻറ്റഗ്രേറ്റിംഗ് മീൻസ് വി ആർ ആഡിങ്, അല്ലേ, ഇൻറ്റഗ്രേഷൻ ആയിരുന്നു. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ലാർജ് ടീയിൽ എന്തുണ്ടാവും, ലാർജ് ടൈം ലാർജ് ആവുന്ന സമയത്ത് എല്ലാം കൂടി ക്യാൻസൽ ആയി പോവുകയാണ്. സോ വി വാണ്ട് ടു ഫൈൻഡ് അപ് ടു വിച്ച് എക്സ്റ്റെൻഡ് ഓഫ് ടൈം ദ സിസ്റ്റം റീറ്റെയിൻസ് ഇറ്റ്സ് ഒറിജിനൽ ഫോം, അതാണ് നമുക്ക് കാണേണ്ടത്. സോ നമുക്ക് ഈ എക്സ്പോണൻഷ്യൽ ടേം വിച്ച് ഈസ് ഇ മൈനസ് ഇ സീറോ ഡിവൈഡ് ബൈ എച്ച് കട്ട് ഈസ് അവർ ഒമേഗ. ഓക്കെ, സോ ഒമേഗ ഈസ് ഈക്വൽ ടു ഇ മൈനസ് ഇ സീറോ ഡിവൈഡഡ് ബൈ എച്ച് കട്ട്. Okay, so here I can write omega is equal to 2 pi divided by t, which is time period of oscillation, e minus e0 divided by h cut, then t is equal to 2 pi divided by e minus e0 into h cut. Then I can write it t by 2 is equal to pi h cut divided by e minus e0. Okay, so t by 2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാഫ് അല്ലെങ്കിൽ പിക്ചർ നോക്കുകയാണെങ്കിൽ ലാർജ് ടൈമിന് പകരം ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ്റെ പകുതി സമയമാണ് ഞാൻ എടുത്തത്. കുറച്ച് സമയത്തിനകത്ത് എനിക്ക് വിച്ച് ഈസ് ഈക്വൽ ടു pi h cut divided by e minus e0. That is, then if you integrating you will not get 0, അല്ലേ. ഇവിടെ ഈ ഒരു ടൈമിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടില്ല, 0 കിട്ടില്ല. പക്ഷെ ലാർജ് ടൈം ആച്ച് നമുക്ക് മൊത്തത്തിൽ എന്തായിട്ടാണ് വന്നത്, 0 ആയിട്ടാണ് വന്നത്. സോ യു വിൽ നോട്ട് ഗെറ്റ് 0 വാല്യൂ. സോ ഇന്റഗ്രൽ വിൽ ബി എ ഫൈനൈറ്റ് വാല്യൂ. അപ് ടു ദാറ്റ് ടൈം ദ സ്റ്റേറ്റ് ഗെറ്റ് ആൽഫ വിൽ നോട്ട് ലൂസ് ഇറ്റ്സ് ഒറിജിനൽ ഫോം. ഓക്കെ, അത് കഴിഞ്ഞാൽ എന്തുണ്ടാവും, ചിലപ്പോൾ ക്യാൻസൽ ചെയ്ത് പോവും, നല്ല വ്യത്യാസം വരും ഒറിജിനൽ പൊസിഷനിൽ. സോ അപ് ടു ടൈം, ഈ ടി ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഞാൻ കൺസിഡർ ടൈം. സോ അപ് ടു ടി ഈസ് ഈക്വൽ ടു pi h cut divided by e minus e0. What happened? The system cannot lose its original form or initial form. So which can be written as h cut by t approximately equal to e minus e0. That is, so h cut approximately equal to what? Delta e into delta t.
ഇത് തന്നെയാണ് നമ്മുടെ എനർജി ടൈം അൺസർട്ടനിറ്റി റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു എച്ച് കട്ട്. That is, as a result of time evolution operator or time evolution, the state ket of a physical system ceases to retain its original form after a time interval of order h cut by delta e. h cut by delta e എന്ന് പറയുന്ന ടൈം ഇന്റർവെൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവില്ല, ഒറിജിനൽ ഫോമിലേക്ക് വരാനുള്ള ചാൻസ് കുറയാണ് ചെയ്യുന്നത്. ഓക്കെ.